ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. മലമ്പുഴ ഡാം തുറന്നെങ്കിലും വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ കുടിവെള്ളത്തിന് ആവശ്യമായ വെള്ളം ലഭ്യമാകൂ എന്ന് ജല അതോറിറ്റി. ഡാമിൽ നിന്നുള്ള വെള്ളം താൽക്കാലിക പരിഹാരമാണെന്നും അധികൃതർ പറയുന്നു. തടയണയിൽ ഇപ്പോഴും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിൽ ഒരിക്കലും ഒന്നിടവിട്ട ദിവസങ്ങളിലുമാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. വെള്ളമില്ലാത്തതിനാൽ തന്നെ തടയണയിൽ നിന്നുള്ള മണലെടുപ്പും നടക്കുന്നുണ്ട്. ഷൊർണൂർ നഗരസഭ, വാണിയംകുളം പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കാണ് ഷൊർണൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളമെടുക്കുന്നത്. ഇതിന് പുറമെ ചളവറ പഞ്ചായത്തിലേക്ക് ടാങ്കറിലും എല്ലാ ദിവസവും വെള്ളം നൽകുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലേക്കും തടയണയിലെ വെള്ളമാണ് ആശ്രയം. ഷൊർണൂരിൽ തടയണയിൽ നിൽക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ കിണറുകളിൽ വെള്ളമില്ലാത്തതിനാൽ കഴിഞ്ഞ ദിവസം ചാലെടുത്ത് വെള്ളം എത്തിച്ചിരുന്നു. വെള്ളമില്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ മലമ്പുഴ ഡാമിലെ വെള്ളം തുറന്നു വിട്ടിരുന്നു. ഭാരതപ്പുഴയിലെ ലക്കിടി, മീറ്റ്ന, വാണിയംകുളം തടയണകൾ നിറഞ്ഞു വേണം ഷൊർണൂരിൽ വെള്ളമെത്താൻ. ദിവസങ്ങളെടുത്ത് മാത്രമേ മലമ്പുഴ ഡാം തുറന്നാലും വെള്ളമെത്തൂ എന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ തടയണയിൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കുമെന്നാണ് ജല അതോറിറ്റി പ്രതീക്ഷിക്കുന്നത്. ഷൊർണൂർ തടയണയ്ക്കപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വെള്ളം എത്തിക്കുന്ന കിണറുമുണ്ട്. വേനൽ കനത്തതോടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വെള്ളമെടുക്കുന്ന പുഴയിലെ കിണറിലും വെള്ളം കുറഞ്ഞു. തടയണ നിറഞ്ഞാൽ മാത്രമേ കുടിവെള്ളത്തിനും റെയിൽവേ സ്റ്റേഷനിലേക്കും ഉൾപ്പെടെ പര്യാപ്തമാകൂ. വൈകാതെ വേനൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.